മലയാള സാഹിത്യ സാംസ്കാരിക മണ്ഡലത്തിൽ വെളിച്ചം പകർന്ന് കത്തി ജ്വലിച്ചുകൊണ്ടിരുന്ന വിളക്കാണ് എം ടിയുടെ വേർപാടോടുകൂടി അണഞ്ഞിരിക്കുന്നു. ഈ നഷ്ടം വാക്കുകൾക്ക് അതീതമാണ്. എം ടി എന്ന രണ്ടക്ഷരം മലയാളത്തിൻ്റെ വികാരമാണ്. കഴിഞ്ഞ 6 പതിറ്റാണ്ട് കാലത്തിലേറെയായി മലയാളികളുടെ സൗന്ദര്യബോധത്തെയും ഭാവുകത്വത്തെയും ജീവിതാനുഭവങ്ങളെയും നവീകരിച്ച സാഹിത്യകാരനാണ് എം ടി. ലോകമാരാധിക്കുന്ന സാഹിത്യകാരൻ എന്ന നിലയിൽ ജ്ഞാനപീഠം അടക്കമുള്ള ആദരവുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ പരമോന്നതമായ പത്മഭൂഷൺ അടക്കം നൽകി രാജ്യം അദ്ദേഹത്തെ ബഹുമാനിച്ചിട്ടുണ്ട്. കേരളത്തിൽ നമ്മുടെ യൂണിവേഴ്സിറ്റികൾ അദ്ദേഹത്തെ ഡോക്ടറേറ്റ് നൽകി ആദരിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ സാംസ്കാരിക മേഖലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന സാഹിത്യബോധവും സാംസ്കാരിക പൈതൃകവും അത് കാത്തുസൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഭാവി തലമുറയ്ക്കുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി അദ്ദേഹത്തെ ആദരിക്കുന്ന വലിയൊരു ചടങ്ങ് സാംസ്കാരിക വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അനുസ്മരിക്കുകയായിരുന്നു എം ടിയെ. എല്ലാവരുടെയും ഓർമ്മകളിൽ വളരെ നിറഞ്ഞു നിൽക്കുന്ന ഒരാൾ. അത് എഴുത്തുകൊണ്ടായാലും അദ്ദേഹം സൃഷ്ടിച്ച തിരക്കഥകളിലെ കഥാപാത്രങ്ങൾ കൊണ്ടായാലും സംവിധായകൻ, നിർമ്മാതാവ്, അങ്ങനെ നിരവധി മേഖലകളിൽ പ്രവർത്തിച്ച സമസ്ത മേഖലകളെയും തൊട്ട ഒരു ഉദയസൂര്യന്റെ തെളിച്ചമുള്ള വ്യക്തി എന്ന നിലയിൽ കൂടിയാണ്. വിനീത് അന്തിമോപചാരം അർപ്പിക്കുന്നത് നമ്മൾ അല്പസമയം മുൻപ് കണ്ടു. അങ്ങനെ എം ടിയുടെ കഥാപാത്രങ്ങൾ കൊണ്ട് ജീവിതം മാറിപ്പോയ ആളുകളുണ്ട്. എം ടിയെ വായിക്കുന്ന സാധാരണ അനുവാചകരുണ്ട്. ഒരുപാട് ആളുകൾ സിത്താരയിലേക്ക് ഇപ്പോഴും ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്.